നമ്മുടെ ഇടയിൽ കഷണ്ടിയുള്ളവരുമുണ്ട്, ധാരാളം തലയിൽ മുടിയുള്ളവരുമുണ്ട്, കുറച്ച് മുടിയുള്ളവരുമുണ്ട്. ഈ കഷണ്ടി നിമിത്തമോ തലമുടിയുടെ ധാരാളിത്തം നിമിത്തമോ അതൊന്നും ഓരോരുത്തരുടെയും ജീവിതങ്ങളെയും ആരോഗ്യ പ്രശ്നത്തെയും ബാധിക്കുന്ന വിഷയവുമല്ല. എനിക്ക് സംശയം, ഇതെങ്ങനെയാ പൊരുത്തപ്പെടുന്നത്? കഷണ്ടിയുള്ളവരും ആരോഗ്യവാന്മാരാണ്, മുടിയുള്ളവരും ആരോഗ്യവാന്മാരാണ്. കഷണ്ടിയുള്ളവരിൽ ബുദ്ധിശാലികളുണ്ട്, ഡോക്ടർമാരുണ്ട്, വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ട്, കണ്ടുപിടുത്തങ്ങൾക്ക് നിദാനം കുറിക്കുന്നവരൊക്കെ ഉണ്ട്. മണ്ടന്മാരുമുണ്ട്, ദുഷ്ടന്മാരുമുണ്ട്, നല്ല മനുഷ്യരുമുണ്ട്, ഭക്തന്മാരുമുണ്ട്. മുടിയുള്ളവരും അങ്ങനെ തന്നെ. അപ്പോൾ മുടിയുടെ ആവശ്യകത എന്താണ്? വൈദ്യശാസ്ത്രം പറയുന്നത് ഈ മുടി പ്രസ്തുത സ്ഥാനങ്ങളിൽ രക്തധമനികൾക്ക് പ്രത്യേകമായ ചൂട് നൽകുവാൻ പ്രകൃതിദത്തമായി ദൈവം വച്ചിരിക്കുന്നതായ ഒരു സംഗതിയാണ്. അപ്പോൾ കഷണ്ടിയുള്ളവരും അവർക്കെങ്ങനെ ആ ചൂട് കൊടുക്കും? ദൈവം ഒന്നൊന്നിനോട് യോജിക്കാത്ത രീതിയിൽ ഒരു മനുഷ്യൻ്റെ മുൻപിലും മറ്റൊരു മനുഷ്യൻ്റെ സൃഷ്ടി രഹസ്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്താത്ത ഒരു അതുല്യമായ കഴിവുകൾ, സ്വാധീനങ്ങൾ മനുഷ്യജീവിതങ്ങളിൽ ദൈവം ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ശിഷ്യന്മാരോട് കർത്താവ് പറയുമ്പോൾ, സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിഞ്ഞിട്ടല്ലാതെ നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുകയില്ല. ദാറ്റ്സ് വണ്ടർഫുൾ. അതിശയകരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ കർത്താവ് ദൈവം അറിയാതെ, നമ്മുടെ സൃഷ്ടിതാവ് അറിയാതെ നമ്മുടെ തലയിലെ മുടി ഒന്നുപോലും പൊഴിഞ്ഞു പോവുകയില്ല. നാം കുളിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിനിടയിലൊക്കെ എത്ര മുടിയും രോമവും നമ്മുടെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്നതെന്നറിയാമോ? ഇതിനെല്ലാം എണ്ണമുണ്ട് എന്ന് ദൈവം കർത്താവ് പറയുമ്പോൾ നമ്മുടെ സാധാരണ ബുദ്ധി കൊണ്ട് അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിൽ അത് വലിയൊരു ജ്ഞാനത്തിൻ്റെ ഉറവിടമായി അത് കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ചതായ മനുഷ്യർ, പ്രത്യേകാൽ അവർ ഭക്തന്മാരായിരിക്കുമ്പോൾ അവരുടെ മേൽ ദൈവം വയ്ക്കുന്ന ദൃഷ്ടിയുടെ വ്യത്യാസം. ദൈവത്തിന് സ്തോത്രം. സർവശക്തന്റെ അനുവാദമില്ലാതെ ഒരു ശത്രു അവൻ്റെ മേൽ കൈവയ്ക്കുവാൻ സാധിക്കാതെ വരുന്നു. അതിന് പറയുന്നത് അവൻ്റെ നാഴിക എന്നാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം. ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു, എങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. കർത്താവിനെ പിടിക്കണം, അവനെ കൊല്ലണം, അവനെ ഭൂമിയിൽ വെച്ചേക്കരുതെന്ന് അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ കൊണ്ട് പരീശന്മാരും പള്ളിപ്രമാണികളും യഹൂദന്മാരിൽ പ്രധാനികളായിട്ടുള്ളവരുമെല്ലാം ചേർന്ന് സുന്നത്ത് ദിവസത്തിൽ വെച്ചെടുത്ത തീരുമാനമാണ് അവനെ ഏതെങ്കിലും രീതിയിൽ പിടിക്കണം. അപ്പോൾ ഇത്ര വലിയൊരു മനുഷ്യനാണോ ഏതെങ്കിലും രീതിയിൽ പിടിക്കണം? അങ്ങനെ അവനെ പിടിക്കുന്ന വിഷയത്തിൽ അവർ തോറ്റുപോയി, അവർക്ക് സാധിക്കാതെ വരുന്നു. പടയാളികൾ ചേർന്നതായ റോമൻ പടയാളികളുടെ ഒരു പിന്തുണ, ഒരു അടിസ്ഥാന സൗകര്യം റോമ ഗവൺമെൻറ് ഇസ്രായേൽ ദേശത്തെ ഭരണത്തിൽ അവർക്ക് നൽകിയിട്ടുണ്ട്. നിയമപരമായി ആവശ്യപ്പെടുന്ന ഏത് കാര്യത്തിലും പട്ടാളത്തിൻ്റെ അസിസ്റ്റൻസ് അവർക്ക് ഉണ്ടാകും. അപ്പോൾ റോമൻ പട്ടാളത്തിന് പോലും സാധിക്കാത്ത, പടയാളികളെ കൊണ്ട് സാധിക്കാത്തതായ ഒരു സംഭവം, ഒരു മനുഷ്യനെ പിടിക്കാൻ കഴിയുന്നില്ല. അതെന്തൊരു സംഭവമാണ്! മുടിയുടെ കാര്യം പറഞ്ഞതുപോലെ കണ്ടുപിടിക്കാൻ ഒക്കുന്നില്ല. നമ്മുടെ മുൻപിൽ അതിശയം. അതിന് പറയുന്നത് അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ അവർക്ക് അവനെ പിടിക്കുവാൻ സാധിച്ചില്ല. ഇത് കേവലം യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ മാത്രമുള്ളതല്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്ന സന്ദേശം. നിൻ്റെയും എൻ്റെയും
സർവശക്തനിൽ ആശ്രയിക്കുന്ന ഏതൊരു ഭക്തനെ കുറിച്ചുമുള്ളതായ ഒരു ദൈവത്തിൻ്റെ സന്ദേശമാണിത്. നിന്റെ നാഴിക വരുന്നിടം വരെയും ആർക്കും നിന്റെ മേൽ കൈവയ്ക്കുവാൻ സാധ്യമല്ല. അവർ നിന്റെ അടുത്ത് വരും, നീ തെറ്റി ഒഴിയും. പിടിക്കാൻ ധാരാളം കാരണങ്ങൾ കാണും. മാനുഷിക ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. കുറ്റങ്ങൾ ധാരാളം കാണാം. ഒരു പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടതായ സാഹചര്യം നിയമപരമായിട്ട് പലതും നമ്മുടെ മുൻപിൽ വന്നിട്ടുണ്ടാകാം. ചിലപ്പോൾ നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ കുറ്റങ്ങൾ കൊണ്ടല്ലാതെയാകാം. നിയമപരമായിട്ടുള്ളതായ ഒരു തീരുമാനമാകാം, അല്ലാതെയുമാകാം. പക്ഷെങ്കിൽ നിന്നിൽ കൂടെ ദൈവം തൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ദൈവം വച്ചിട്ടുള്ളതായ നാഴികകളിൽ ശത്രു നിന്റെ മേൽ തൊടാതിരിക്കത്തക്കവണ്ണം ആകാശമണ്ഡലങ്ങളിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിനക്ക് വേണ്ടി പാളയമിറങ്ങി അഗ്നി മതിലായി ദൈവം നിന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവത്തിന് സ്തോത്രം. അനേക കുറ്റങ്ങൾ നിനക്ക് ബോധ്യം വരുത്തി നിന്നെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി സംസാരിച്ച് കണ്ടോ, നീ ചെയ്ത തെറ്റാണ്, നിനക്ക് വേണമെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ നിന്നെ ശിക്ഷിക്കുവാൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കാമായിരുന്നു, നിന്നെ പിടികൊടുക്കാമായിരുന്നു. പക്ഷെങ്കിൽ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാൻ ഞാൻ സമ്മതിച്ചില്ല. പത്രോസിനോട് കർത്താവ് പറയുകയാണ്, പത്രോസേ, ഗോതമ്പ് മണി പാറ്റുന്നത് പോലെ നിന്നെ പാറ്റിക്കളയുവാൻ ശത്രു പല പ്രാവശ്യം അനുവാദം ചോദിച്ചു. പാറ്റിക്കളയുവാൻ, മുടിച്ചു കളയുവാൻ കർത്താവിനോട് വന്ന് അനുവാദം ചോദിച്ച് ഞങ്ങൾക്ക് അനുവാദം തരണം. ദാറ്റ് മീൻസ് ഹി നീഡ് പെർമിഷൻ ഫ്രം ലോർഡ്. കർത്താവിൽ നിന്ന് അനുവാദം വേണം. പക്ഷെങ്കിൽ യേശു പറഞ്ഞതായ വാക്ക് നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കുവാൻ, നിന്റെ നിഷ്കളങ്കത കൊണ്ടല്ല, നിന്നിൽ തെറ്റുകളൊന്നുമില്ലാതിരുന്നത് കൊണ്ടല്ല. സ്വർഗം നിന്നിൽ വച്ചിരിക്കുന്നത് നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന്. കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച നിന്നെ അങ്ങനെ ഒരു കാര്യത്തിൽ കർത്താവ് കൊടുക്കുകയാണെങ്കിൽ, അനുവാദം കൊടുത്താൽ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെടും. അതുകൊണ്ട് നിന്റെ വിശ്വാസം, എനിക്കിനി വിശ്വാസം വേണ്ട എന്ന് നഷ്ടപ്പെടുത്തി കളയും. ഒരു കാലത്ത് നിന്നെ തിരിച്ചു വരുമ്പോൾ നീ മേയ്ക്കേണ്ടതായ ആടുകളെക്കുറിച്ച് കർത്താവ് ചിന്താമഗ്നനായിരിക്കുന്നു. പത്രോസിനോട് കർത്താവ് ഒരിക്കൽ പറയുകയാണ്, ചില നാഴികൾ കറിഞ്ഞ് നീ എന്നെ തള്ളിപ്പറയും. ഒന്നല്ല, രണ്ടല്ല, 3 പ്രാവശ്യം തള്ളിപ്പറയും. നീ മാറത്തടിച്ച് ദുഃഖിക്കും. നീ എന്നെ വിട്ട് പോകും, മീൻ പിടിപ്പാൻ വീണ്ടും പോകും. പക്ഷെങ്കിൽ വീണ്ടും സ്നേഹനിധിയായ കർത്താവ് ഒരടിയുടെ മുൻപോട്ട് പോയി. അവൻ പത്രോസിൽ സംഭവിക്കാവുന്നതായ ഒരു വിഷയം കർത്താവ് എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനങ്ങേപ്പുറത്ത് കർത്താവ് വലവീശുകയാണ്. എന്നാൽ നീ തിരികെ വരുമ്പോൾ അവനിലെ ഒരു തിരിച്ചു വരവും ആത്മാവിൽ കൂടെ കർത്താവ് കാണുകയാണ്. ദൈവം നമ്മെ മുടിച്ചു കളയാത്തത് പലപ്പോഴും നമ്മുടെ തിരിച്ചു വരവിനെ പ്രത്യാശിച്ചുകൊണ്ടാണ് കേട്ടോ. നമുക്കൊരു തിരിച്ചു വരവുണ്ട്. ഒരു ദിവസം നമ്മൾ മാറത്തടിച്ച് നിലവിളിച്ച് ദുഃഖിക്കും. നമ്മുടെ കുറവുകളെക്കുറിച്ച് ദൈവത്തോട് ക്ഷമയോദിക്കും. സ്വർഗം നമ്മോട് ക്ഷമിക്കും. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയും. നീ പാപമുള്ളവനാണ്, കുറ്റമുള്ളവനാണ്, കുറവുള്ളവനാണ്, താഴ്ചയുള്ളവനാണ്, വീഴ്ചയുള്ളവനാണ്. മാനുഷിക പ്രകാരം പല തെറ്റുകൾ നിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ സ്വർഗം കാണുന്നു, നിനക്കൊരു തിരിച്ചുവരവുണ്ട്. നീ കാണാത്ത തിരിച്ചുവരവിനെ കുറിച്ച് സ്വർഗം നിനക്ക് വേണ്ടി അഡ്വാൻസ് ആയിട്ട് സാക്ഷി നിൽക്കുകയാണ്. നീ തിരികെ വരുമ്പോൾ എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്ക. അവനെ തിരിച്ചു വരുമ്പോൾ അവൻ ഒരു ഡിസിഗ്നേഷൻ കൊടുത്തു, മേയ്ക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം ഇന്ന് വായിച്ചതായ വേദഭാഗത്തിൻ്റെ ആ ഗൗരവത്തിലേക്ക് കടന്നു വരാം. അവൻ്റെ നാഴിക വരായികയാൽ അവർക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മനുഷ്യപുത്രനാരാണ്? ക്രിസ്തു ആരാണ്? നാട്ടിലെല്ലാം ഗലീല നാടുകളിലും യഹൂദ്യ നാടുകളിലും ശമരിയ ദേശങ്ങളിലുമൊക്കെ തിബരിയാസ് കടലിലെ ആ ഓരങ്ങളിലുമെല്ലാം പോവുകയും വരികയും ചെയ്യുന്ന പടകുകളിലും 4 പേർ കൂടുന്നിടത്തുമെല്ലാം പടയാളികളും
രഹസ്യാന്വേഷകരും വന്ന് അന്വേഷിക്കുന്നു, ക്രിസ്തു എവിടെ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു അവിടെ ഉണ്ട്, പക്ഷെ അവരുടെ കണ്ണിൽ അത് മറഞ്ഞിരിക്കുന്നു. കാരണം അവൻ്റെ നാഴിക വന്നിട്ടില്ല. പ്രിയപ്പെട്ട ദൈവ പൈതലേ, പലരും നിന്നെ കാണാതെ പോയത് നിന്റെ നാഴിക വരാഞ്ഞതുകൊണ്ടാണ്. അവൻ നാഴിക വരുമ്പോൾ ചിലപ്പോൾ നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. നീ വളരെയധികം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നേക്കും. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ സ്വർഗരാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നുള്ള വചനം നിന്റെ മേലും നിർബന്ധമായിരിക്കുന്നതിനാൽ ഒരു ദിവസം നിനക്കും പിടി വീണേക്കാം. എങ്കിലും സഹിച്ചു നിൽക്കുവാനുള്ള കൃപ കർത്താവ് നിനക്ക് തരും. യെസ്, ദൈവം നിന്നെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും തെറ്റി ഒഴിഞ്ഞ് ഒരു നിത്യമായ വിടുതലിൻ്റെ അവസ്ഥയെ തന്ന് നിന്നെയും നിന്റെ ഭവനത്തെയും നിനക്കുള്ളവരുടെയും അഭിമാനത്തെ ഉയർത്തിപ്പിടിക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിതനാകും. സ്വർഗം നിർബന്ധിതനാകും. കാരണം നിന്നോട് ദൈവം ചെയ്തിരിക്കുന്ന വ്യവസ്ഥ അതാണ്. ഒരു നിത്യ നിയമം നീയുമായി ദൈവം ചെയ്തു. പ്രിയ സ്നേഹിത, പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാക്കന്മാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മൾ പലപ്പോഴും അനേക സന്ദർഭങ്ങളിൽ ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വന്നിട്ടുള്ളതാണ്. ഒരു കാട്ടിൽ കൂടെ സഞ്ചരിക്കുന്നതായ ഒരു വ്യക്തിയുടെ മുൻപിൽ അവനറിയാതെ കാട്ടാന പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത് പോലെ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു അമ്പരപ്പ് സൃഷ്ടിച്ചുകൊണ്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വിരണ്ടോടുന്ന സമയത്ത് നീ അറിയാതെ നിന്റെ കണ്ണുകളെ അന്ധരാക്കി കളയുന്നതായ ഒരു ശക്തി നിന്റെ നാഴികയ്ക്ക് വേണ്ടി പോരാടി നിനക്ക് വേണ്ടി വാതുകെട്ടി ദൈവസന്നിധിയിൽ നിനക്ക് വേണ്ടി പോരാടുന്ന ഒരു ശക്തിയെ കാണുവാൻ സ്വർഗം നിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ അനർത്ഥങ്ങളും നിന്നെ ഒടുക്കിക്കളയുവാനല്ല, ചില സന്ദേശങ്ങൾ നിന്നെ അറിയിക്കുവാനാണ്. ചില കാര്യങ്ങൾ ദൈവം നിന്നോട് സംസാരിക്കുവാനാണ്. നിന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ, നിന്റെ കുടുംബത്തോട് സംസാരിക്കുവാൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനേക കാര്യങ്ങൾ ദൈവം നിന്റെ മുൻപിൽ കൊണ്ടുവരും. അവിടെയൊക്കെയും ദൈവം അനേകരുടെ കണ്ണുകളെ അന്ധമാക്കിക്കൊണ്ട്, പൂട്ടിക്കൊണ്ട്, അനേകരുടെ ശക്തികളെ നിർവീര്യമാക്കിക്കൊണ്ട് ദൈവം നിന്നെ വീണ്ടും വീണ്ടും മാനിക്കുന്നതിൻ്റെ കാരണം ദൈവം നിന്നെ സ്നേഹിക്കുന്ന ഒരു നാഴികയ്ക്ക് എന്ത് വിലയാണ് ദൈവം നിനക്ക് വേണ്ടി തരുന്നതെന്ന് ലോകത്തിൻ്റെ മുൻപിൽ വിളിച്ചറിയിക്കുവാനാണ്. ദൈവത്തിന് അത് വെളിപ്പെടുത്തണം. അവനെ അന്വേഷിക്കുന്നവർ, അവനിൽ ആശ്രയിക്കുന്നവർ വിടുവിക്കപ്പെടുന്നതായ അനേക സന്ദർഭങ്ങളെക്കുറിച്ച് ലോകത്തിന് മുൻപിൽ ദൈവം സാക്ഷ്യം പറയുമ്പോൾ, ദൂതന്മാർ സാക്ഷ്യം പറയുമ്പോൾ, ഭക്തന്മാർ സാക്ഷ്യം പറയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഈ മനോഹരമായ പ്രഭാതയാമത്തിൽ പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്ന വിധത്തെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് അറിയിക്കുന്നതിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ അവനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ കർത്താവിനെ പിടിക്കുവാൻ ഒരു നാഴിക അപേക്ഷികമായിരുന്നു എങ്കിൽ അവനിൽ വിശ്വസിക്കുന്ന നിങ്ങളെയും ഈ നാളുകളിൽ ഒരു ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ഒരു നാഴിക എന്ന് പറയുന്ന ആ നാഴിക അത് ദൈവത്താൽ നിയമിക്കപ്പെടുന്നതും നിയന്ത്രിക്കപ്പെടുന്നതുമായ നാഴികയാണ്. ആ നാഴിക വരാതെ ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ദൈവം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും പരിപാലിക്കുവാൻ, ആ നാഴിക വരെയും ദൈവം നിനക്ക് വേണ്ടതായ നന്മകൾ ചെയ്യുവാൻ, തൻ്റെ രക്തത്താൽ മറയ്ക്കുവാൻ, തൻ്റെ ചിറകടിയിൽ നിന്നെ വഹിപ്പാൻ സ്വർഗം ബാധ്യസ്ഥമായിരിക്കുന്നു. സ്വർഗം നിന്റെ മേൽ നിർബന്ധമായി സ്നേഹം ഊറ്റിയിരിക്കുന്നു. ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. God bless you.